ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ദാക്ഷ ദി ഡെയിലി കോൺസ്പിറസി എന്ന തെലുങ്ക് ചിത്രത്തെ കുറിച്ചിട്ടാണ്. ഇതൊരു വ്യത്യസ്തമായ ക്രൈം ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ വൺ ലൈൻ ഇതാണ്: നഗരത്തിൽ തുടർച്ചയായി കൊലപാതകങ്ങൾ നടക്കുന്നു. ഇതിനു പിന്നിലെ കൊലയാളി ആരാണ്, എന്തുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ആ അന്വേഷണത്തിൽ ഈ കൊലപാതകം ഒരു പ്രേതമാണ് ചെയ്തതെന്ന് ഒരാൾ പറയുന്നു. മറ്റൊരാൾ ഇത് ചെയ്തത് ഒരു ഏലിയൻ ആണെന്നും പറയുന്നു. ഒരു സാധാരണക്കാരന് ഇതിന് പിന്നിൽ പ്രേതമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതിന് പിന്നിൽ പ്രേതമോ ഏലിയനോ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്? ഇതിന് പിന്നിലെ കൊലയാളി ആരാണ്? ഇതാണ് സിനിമയുടെ മുഴുവൻ കഥയും. വളരെ രസകരമായ രീതിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം. വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു ഡോക്ടറെ കാണുന്നു. ആ ഡോക്ടറെ ഒരു ബ്രോക്കർ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെയ്ത ജോലിക്ക് എനിക്ക് കുറച്ച് പണം വേണം, ആ പണം വെച്ച് മദ്യപിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നു. ഉടൻ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ മദ്യപിച്ച് നിന്റെ ശരീരം തന്നെ നശിപ്പിക്കുന്നത്? അപ്പോൾ ബ്രോക്കർ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു ജോലി തന്നു, ആ ജോലി ഞാൻ എന്തിനാണ് ഏതിനാണ് എന്നൊരു ചോദ്യവും ചോദിച്ചില്ല, പറഞ്ഞ ജോലി കൃത്യമായി ചെയ്തു തന്നില്ലേ? അതുപോലെ ഞാൻ പണം ചോദിക്കുമ്പോൾ എന്തിന് ഏതിന് എന്നൊന്നും ചോദിക്കരുത്. ഡോക്ടർ, അതും ശരിയാണ്, ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്. നമുക്ക് അടുത്ത പ്രോജക്റ്റിന് 100 പേരെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എങ്ങനെയും 100 പേരെ റെഡിയാക്കണം എന്ന് പറയുന്നു. ബ്രോക്കർ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ശാസ്ത്രജ്ഞൻ എന്തോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതും മനുഷ്യരെ വെച്ച്. ആ ഡോക്ടർ ചെയ്യുന്ന പരീക്ഷണത്തിന് മനുഷ്യരെ ആവശ്യമുണ്ട്. അതിനാൽ ഈ ബ്രോക്കർ വഴി മനുഷ്യരെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഈ ബ്രോക്കർ ഒരു ഷെൽട്ടറിൽ പോകുന്നു. താമസിക്കാൻ സ്ഥലമില്ലാതെയും സമയത്തിന് ഭക്ഷണം കിട്ടാതെയും ഫുട്പാത്തിൽ കിടക്കുന്നവർ ഉണ്ടാവുമല്ലോ, അവരെല്ലാം ആ ഷെൽട്ടറിൽ കഴിയുകയാണ്. ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് ബ്രോക്കർ നോക്കുന്നുണ്ട്. താമസിക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിവരം കിട്ടി എല്ലാവരും താല്പര്യത്തോടെ ഇവിടെ വന്ന് താമസിക്കുന്നു എന്ന വിവരം ബ്രോക്കർക്ക് മനസ്സിലാവുന്നു. പെട്ടെന്ന് ഇവരെ എല്ലാവരെയും ലാബിലേക്ക് അയച്ച് പണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ബ്രോക്കർ ആ ഷെൽട്ടറിലൂടെ നടന്നു പോകുന്നു. പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പുക ഉയരുന്നുണ്ട്. അത് പച്ച നിറത്തിലാണ്. എന്താണത് എന്ന് വിചാരിച്ച് ഇയാളും ആ പുകയിലേക്ക് നടന്നു പോകാൻ തുടങ്ങുന്നു. ആ പുകയിൽ നിന്ന് ഒരു നിഗൂഢനായ മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. അയാളുടെ മുഖം മാസ്ക് വെച്ച് മറച്ചിരിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ തീ ആള് കത്തുന്നതായി ഈ ബ്രോക്കർക്ക് തോന്നുന്നു. ആ നിഗൂഢനായ മനുഷ്യൻ ഒരു ഇഞ്ചക്ഷൻ പോലെ എന്തോ ഒന്ന് ആ ബ്രോക്കറുടെ കഴുത്തിൽ കുത്തുന്നു. അത്രയേ ഉള്ളൂ, ആ ബ്രോക്കറുടെ കഥ കഴിഞ്ഞു. അവിടെ വെച്ച് സിനിമയുടെ ടൈറ്റിൽ കാണിച്ച് ദാക്ഷ ദി ഡെയിലി കോൺസ്പിറസി എന്ന് പറയുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായികയെ കാണിക്കുന്നു. നമ്മുടെ നായികയുടെ പേരാണ് ദാക്ഷ. ഇവർ ഒരു പോലീസ് ഓഫീസറാണ്. ഈ ബ്രോക്കർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് മരിച്ചു എന്ന വിവരം ലഭിക്കുന്നു. ഉടനെ തന്നെ ക്രൈം സീൻ പരിശോധിക്കാൻ അവർ വരുന്നു. നേരത്തെ തന്നെ അവിടെ പത്രക്കാരും മീഡിയയും എല്ലാം എത്തിയിരുന്നു. നായിക അവരെ കണ്ടപ്പോൾ ആദ്യം ഇവരെല്ലാവരും പുറത്താക്കുക, കാരണം ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ചോദ്യം ചെയ്ത് ഹൈലൈറ്റ്സിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കും എന്ന് പറയുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അവിടെയുള്ള തെളിവുകളെല്ലാം ശേഖരിക്കുമ്പോൾ വിക്രം എന്നൊരു ഓഫീസർ അവിടെയുണ്ട്. എന്താ വിക്രം, നേരത്തെ എത്തിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ റൂൾ ബുക്കിലെ ആദ്യത്തെ നിയമം കൃത്യസമയത്ത് എത്തണമെന്നാണ്, ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നു എന്ന് വിക്രം പറയുന്നു. ഈ വിക്രം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളാണ്. ഇവിടെ നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഒരു ബ്രീഫ് നൽകുക എന്ന് നായിക ചോദിക്കുമ്പോൾ വിക്രം പറയാൻ തുടങ്ങുന്നു. മരണകാരണം എന്ന് പറയുന്നത് തലയിൽ ശക്തമായ അടിയേറ്റ് രക്തം കട്ട പിടിച്ചിട്ടാണ്. കൂടാതെ അയാളുടെ ശരീരത്തിൽ അമിതമായ അളവിൽ മദ്യത്തിന്റെ അംശവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നു. ഉടൻ നായിക ചോദിക്കുന്നുണ്ട്, ഇയാൾ മദ്യപിച്ച് താഴെ വീണ് മരിച്ചതാണോ അതോ കൊലപാതകമാണോ? വിക്രം പറയുന്നു, എനിക്കത് കൃത്യമായി പറയാൻ കഴിയില്ല, കാരണം മരിച്ചയാളുടെ നഖങ്ങൾ സ്വർണ്ണ നിറമായി മാറിയിട്ടുണ്ട്. ഇയാളുടെ മൃതദേഹം പരിശോധിച്ചാൽ കൂടുതൽ രസകരമായ കാര്യങ്ങൾ ലഭിക്കുമെന്ന് തോന്നുന്നു. എന്നിട്ട് നായികയെ മൃതദേഹത്തിനടുത്ത് കൊണ്ടുപോയി കഴുത്ത് നോക്കൂ, കഴുത്തിലൊരു ഇഞ്ചക്ഷൻ കുത്തിയതുപോലൊരു പാടുണ്ട് എന്ന് പറയുന്നു. എല്ലാവരും പോയി അത് നോക്കുന്നു. അതിനുശേഷം ഈ സംഭവം ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരാൾ ഞാൻ കണ്ടു എന്ന് പറയുന്നു. കൊലയാളിയെ കണ്ണുകൊണ്ട് കണ്ടു എന്നും അയാൾ പറയുന്നു. ആരാണ് ആ കൊലയാളി എന്ന് ചോദിക്കുമ്പോൾ ഒരുതരം പുക നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ആ പുകയിൽ നിന്ന് ഒരാൾ നടന്നു വന്നു. അയാളുടെ കണ്ണുകളിൽ തീ കത്തുന്നത് പോലെ തന്നെയായിരുന്നു. അത് തീർച്ചയായിട്ടും പ്രേതം തന്നെയായിരിക്കും മാഡം എന്ന് അയാൾ പറയുന്നു. ഇവനോട് പോകാൻ പറയുമെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, മാഡം എനിക്ക് 100% ഉറപ്പാണ് അത് ജിന്നായിരുന്നു, അതാണ് ഈ വ്യക്തിയെ ആക്രമിച്ചു കൊന്നത് എന്ന് പറയുന്നു. ശരി, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊരു രക്തരക്ഷസായിരുന്നു മാഡം, ഞാൻ കുട്ടിക്കാലത്ത് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, അതാണ് കൊന്നത് എന്ന് പറയുന്നു. നായികയ്ക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വന്ന ഒരു റിപ്പോർട്ടർ നായികയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആ റിപ്പോർട്ടർക്ക് നായികയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നായിക 12 സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. നിങ്ങളുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ് മാഡം, നിങ്ങൾ അനുവാദം തരികയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റിപ്പോർട്ടർ ചോദിക്കുന്നു.
എന്നാൽ നായിക ഒന്നും പ്രതികരിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ബൽറാം എന്നൊരു വലിയ ഫാർമ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നയാളെ നമ്മൾ കാണുന്നു. ഇയാൾ പുതിയ മരുന്നുകളെല്ലാം പുറത്തിറക്കി മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. വലിയ ബിസിനസ്സുകാരുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. എല്ലാ സ്ഥലത്തും ആയുർവേദ മരുന്നിനേക്കാൾ ഇവരുടെ മരുന്നുകളാണ് മികച്ചത് എന്ന് ഇയാൾ പ്രചരിപ്പിക്കും. എന്നാൽ ഇയാൾ സ്വന്തം ആവശ്യങ്ങൾക്ക് ആയുർവേദ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ബൽറാമിന്റെ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, നാടെങ്ങും ആയുർവേദ മരുന്നുകൾ വെറുതെയാണെന്ന് പ്രചരിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ സ്വന്തമായ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ബൽറാം പറയുന്നുണ്ട്, അതൊരു ബിസിനസ്സാണ്, എന്നാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇതാണ് ഏറ്റവും നല്ലത് എന്ന് അയാൾ പറയുന്നു. പൊതുജനങ്ങളുടെ അടുത്ത് സ്വന്തം മരുന്നുകൾ മികച്ചതാണെന്ന് പറഞ്ഞ് വിൽക്കുകയും എന്നാൽ സ്വയം ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നയാളാണ് ഇയാൾ. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഇവർ എന്തോ ഒരു മരുന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരുന്നിന്റെ വിശദാംശങ്ങളെല്ലാം ഒരു ഹാർഡ് ഡിസ്കിലുണ്ട്. വലിയ വലിയ ഹാക്കർമാർ പോലും അത് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ ആരെങ്കിലും ഹാക്ക് ചെയ്താൽ അത് സ്വയം മാഞ്ഞു പോകുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം അതിലുള്ള വിവരങ്ങൾ വെച്ച് ഇവരെന്തോ ഒരു മരുന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 214 പേരെ തട്ടിക്കൊണ്ടുവന്ന് പരീക്ഷണം നടത്തിയിരുന്നു. ആ 214 പേരും മരിച്ചുപോയി. ഇതുവരെ ഇവർ നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടിരുന്നു. 215ാമത്തെ ആളായി ഒരാളെ കൊണ്ടുവന്ന് ഇവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇയാൾ രക്ഷപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ മരുന്ന് വിജയിക്കും എന്നവർ പറയുന്നു. ഇപ്പോൾ അവർ ആ ലാബിലേക്ക് പോയി 215ാമത്തെ ആൾക്ക് ആ മരുന്ന് നൽകി പരിശോധിക്കുന്നു. അയാളും മരിക്കുന്നു. അപ്പോൾ കൃത്യമായി ഇയാൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഇവർക്ക് പരീക്ഷണം നടത്താനായി മനുഷ്യരെ എത്തിച്ചുകൊണ്ടിരുന്ന കാസി എന്നയാൾ നിഗൂഢമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ആ കേസ് നമ്മുടെ നായികയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വിക്രമിനെ നമ്മൾ കാണുന്നു. അസിസ്റ്റന്റിനോട് റിപ്പോർട്ടുകളെല്ലാം റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ദാക്ഷ എന്ന പേരുള്ള ഫോൾഡറിൽ എല്ലാ റിപ്പോർട്ടുകളും വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നിനക്ക് ഫോൾഡറിന് വേറെ പേര് കിട്ടിയില്ലേ എന്ന് വിക്രം ദേഷ്യപ്പെടുന്നു. ഉടൻ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ മാഡത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്? അവരും നിങ്ങളെ എപ്പോഴും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ ചേരുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ തീരുമാനിച്ചു. എന്നാൽ എൻ്റെ സാഹചര്യം കാരണം ഞാൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വന്നു. അവൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരുന്നത് വരെ അവൾ എന്നെ വെറുതെ വിടില്ല, ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് വിക്രം റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായികയെ കാണിക്കുന്നു. നമ്മുടെ നായിക ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനോട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ച് നേരത്തെ 3 പേർ പറഞ്ഞില്ലേ, ഞാൻ പ്രേതത്തെ കണ്ടു, ജിന്നിനെ കണ്ടു, രക്തരക്ഷസിനെ കണ്ടു എന്ന്. അവർ കണ്ടെന്ന് പറഞ്ഞ രൂപം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ആ സ്കെച്ച് ആർട്ടിസ്റ്റിനോട് ചിത്രം വരയ്ക്കാൻ പറയുന്നു. ആ സ്കെച്ച് ആർട്ടിസ്റ്റും ചിത്രം വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ വിക്രം നമ്മുടെ നായികയുടെ ഓഫീസിലേക്ക് അനാട്ടമി റിപ്പോർട്ടുമായി വരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന റിപ്പോർട്ടർ സുരേഷ് ചോദിക്കുന്നുണ്ട്, ഈ കൊലപാതക കേസിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ സർ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ ആരോടാണ് ചോദ്യം ചോദിക്കുന്നത്? കേസ് കൈകാര്യം ചെയ്യുന്നവരോട് ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാൾ അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മുടെ നായികയ്ക്ക് അനാട്ടമി റിപ്പോർട്ട് നൽകുന്നുണ്ട്. ആ അനാട്ടമി റിപ്പോർട്ട് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. മരിച്ചയാൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല, ചെറിയൊരു പരിക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. നായിക ആലോചിക്കുന്നുണ്ട്, മരിച്ചയാളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ അയാൾക്ക് ആരുമില്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ചോദിക്കാൻ ആരുമില്ല. ഇവനെ കൊന്നതുകൊണ്ട് കൊലയാളിക്ക് എന്ത് ലാഭമാണ് ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നായിക ആലോചിക്കുന്നു. കൃത്യമായി മീഡിയക്കാരനായ സുരേഷ് പെട്ടെന്ന് അകത്തേക്ക് വന്ന്, ഈ കേസിൽ എന്തെങ്കിലും അറിയാവുന്നവരെ കൂടെ കൂട്ടാമല്ലോ മാഡം എന്ന് പറയുമ്പോൾ നായികയ്ക്ക് ദേഷ്യമായിരുന്നു. നേരത്തെ തന്നെ മീഡിയ എൻ്റെ പേര് ഒരുപാട് മോശമാക്കിയിട്ടുണ്ട്, ഇതിൻ്റെ ഇതും കൂടെ വേണോ? ദയവായി ഒന്ന് പോ എന്ന് നായിക പറയുമ്പോൾ ഉടൻ സുരേഷ് അവിടെ നിന്ന് പോകുന്നു. ക്രൈം സീനിൽ മരിച്ചയാളുടെ ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് വെച്ചാണ് മരിച്ചയാളുടെ പേര് കാസി എന്നാണെന്ന് കണ്ടെത്തിയിരുന്നത്. മരിച്ചയാളുടെ മൊബൈൽ വെച്ചിട്ടാണ് പോലീസ് അന്വേഷണം തുടങ്ങുന്നതെന്ന് അറിഞ്ഞിട്ട് കൊലയാളി മൊബൈൽ എടുത്തുകൊണ്ട് പോയി. എനിക്കെന്തോ ഇത് ഒരു കൊലപാതകത്തിൽ അവസാനിക്കില്ല, തുടർച്ചയായ കൊലപാതകങ്ങളായി തുടരുമെന്ന് തോന്നുന്നു എന്ന് നായിക കരുതുന്നു. ഇപ്പോൾ വിശ്വാമിത്ര എന്നൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നു. ഈ സൈക്കാട്രിസ്റ്റിനെ കാണാനായി റിപ്പോർട്ടർ സുരേഷ് പോകുന്നുണ്ട്. നിങ്ങൾ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അടുത്തിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഈ കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഈ കൊലപാതകം കണ്ടവർ പ്രേതത്തെയും ഭൂതങ്ങളെയും പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ വിശ്വാമിത്ര എന്ന സൈക്യാട്രിസ്റ്റ് ഒരു കാര്യം പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക വാതകമുണ്ട്. ആ വാതകം ശ്വസിക്കുന്നതിലൂടെ ആളുകൾക്ക് മിഥ്യാബോധം ഉണ്ടാവും. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടെന്ന് അവർ വിചാരിക്കും. ഒരുപക്ഷെ കൊലയാളി കൊലപാതകം നടന്ന സ്ഥലത്ത് ആ വാതകം ഉപയോഗിച്ചിരിക്കാം. ആ വാതകം ശ്വസിച്ച സാക്ഷികൾ ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടെന്ന് വിചാരിച്ച് മൊഴി നൽകിയതായിരിക്കാം. എന്നാൽ പോലീസ് അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല, അവർ കണ്ടെത്തും എന്ന് സൈക്യാട്രിസ്റ്റ് പറയുന്നു. ഈ റിപ്പോർട്ടർ വഴി ഈ വാർത്ത ടിവിയിലും വരുന്നു. ഇത് ആ ഫാർമ കമ്പനി ഉടമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പോലീസുകാർക്ക് ഈ കേസിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഈ ഫാർമ കമ്പനി ഉടമ അല്പം പരിഭ്രമിക്കുന്നു. കാരണം മരിച്ചത് അയാളുടെ ആളാണല്ലോ. ഇപ്പോൾ ഒരു മൊട്ടയാനെ നമ്മളെ കാണിക്കുന്നു.
ഈ മൊട്ടയനും ഈ ഫാർമ കമ്പനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ ഫാർമ കമ്പനി ഉടമ ഈ മൊട്ടയനോട് ഒരാഴ്ച പുറത്തിറങ്ങരുത്, എവിടെയെങ്കിലും സുരക്ഷിതമായി പോയി താമസിക്കുക എന്ന് പറയുന്നു. ഈ മൊട്ടയൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് ഒരാഴ്ച പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ് ആ ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായികയുടെ ഓഫീസ് കാണിക്കുന്നു. നായികയുടെ ഓഫീസ് നിറയെ പ്രേതത്തിന്റെ രൂപങ്ങൾ വരച്ചു ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഈ കേസിൽ ഇത് മാത്രമാണ് ഒരേ ഒരു തെളിവ്. ഇപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിനെ നമ്മുടെ നായിക ഫോണിൽ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു. നിങ്ങൾ എന്തിനാണ് വെറുതെ മീഡിയയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ പോലീസ് ഇതുവരെ അപ്ഡേറ്റ് ആയില്ലെന്ന് പറയാനാണോ നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും പറയാൻ വന്നതല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നു. നിങ്ങളൊരു സൈക്കാട്രിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും എന്ന് ചോദിക്കുമ്പോൾ, ശരി നിങ്ങളൊരു പോലീസാണല്ലോ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും എന്ന് ചോദിച്ചിട്ട് നമ്മുടെ നായികയും ഈ സൈക്കാട്രിസ്റ്റും തമ്മിൽ വലിയൊരു വാക്ക് തർക്കം ഉണ്ടാവുന്നു. വെറുതെ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി എൻ്റെ സമയം കളയാണ്, ഇനി ജീവിതത്തിൽ നിങ്ങളെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കാട്രിസ്റ്റ് അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ഒരു മൊട്ടയനെ കാണിക്കുന്നു. ഈ മൊട്ടയൻ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ അബദ്ധത്തിൽ അവിടെയുള്ള എണ്ണ തട്ടിക്കളയുന്നു. ആ എണ്ണ പതിയെ താഴേക്ക് ഒഴുകി പരക്കുന്നു. പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് പുക വരാൻ തുടങ്ങുന്നു. അതായത് സിനിമയുടെ തുടക്കത്തിൽ ആ ബ്രോക്കറെ കൊല്ലുമ്പോൾ ഒരു പുക വന്നില്ലേ, അതുപോലെയുള്ള പുക ഈ സ്ഥലത്തും വരുന്നു. മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പെൺകുട്ടികളും ഓടിപ്പടഞ്ഞ് പുറത്തേക്ക് വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടി വിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഫാർമ ബിസിനസ്സുകാരൻ നിഗൂഢമായ രീതിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന്. കാസി എന്നൊരു വ്യക്തി എങ്ങനെയാണോ കൊല്ലപ്പെട്ടത് അതേ മാതൃകയിലാണ് ഈ കൊലപാതകവും എന്ന് ന്യൂസ് ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെന്തിനാണ് താരതമ്യം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നായികയ്ക്ക് ദേഷ്യം വരുന്നു. ഉടനെ തന്നെ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായി ടീമിനൊപ്പം പുറപ്പെടുന്നു. അതിനു മുമ്പ് ഈ റിപ്പോർട്ടുകൾ സുരേഷല്ലേ, അയാൾ ആ സ്ഥലത്ത് വന്ന് സെക്യൂരിറ്റിയെ പിടിച്ച് അവിടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. വിവരങ്ങൾ ശേഖരിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി നമ്മുടെ നായിക അയാളെ കാണുന്നു, പിടിക്കുന്നു. അയാളുടെ കയ്യിലുള്ള ക്യാമറകളെല്ലാം പിടിച്ചെടുക്കുന്നു. തെളിവുകൾ അയാൾ എടുത്ത് പബ്ലിഷ് ചെയ്യാനാണോ വിചാരിക്കുന്നത്, അതോ തെളിവുകൾ നശിപ്പിക്കാനാണോ എന്ന്. ഇപ്പോൾ ആ ഹോട്ടലിൽ മാനേജ്മെന്റിനെ വിളിച്ച് ഇങ്ങനെ ഒരാൾ അനായാസം അകത്ത് കയറി ഇവിടെയുള്ള CCTV ക്യാമറ വീഡിയോ എല്ലാം ശേഖരിക്കാൻ നോക്കുന്നു, എന്നാൽ നിങ്ങൾ എന്താണ് ഇത്രയും അശ്രദ്ധ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നു. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ VIP ഏരിയയിൽ CCTV ക്യാമറകളേ ഇല്ല, അവരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി ഇവിടെ CCTV ക്യാമറകളില്ല എന്നവർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായിക മരിച്ചയാളുടെ മൃതദേഹം പോയി കണ്ടിട്ട്, എനിക്കെന്തോ ഞാൻ ഊഹിച്ചതുപോലെ ഇതിന് പിന്നിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ 2 പെൺകുട്ടികളും വന്ന് പറയുന്നുണ്ട്, കൊല ഞങ്ങൾ കണ്ടു, കൊലപാതകം ചെയ്ത ആ രൂപം ഏലിയനെ പോലെ ആയിരുന്നു. അയ്യോ ഇതെന്താണിത്, ഇതിനു മുമ്പ് പ്രേതം, ജിന്ന്, രക്തരക്ഷസ് എന്നൊക്കെ പറഞ്ഞു. ഈ പെൺകുട്ടികൾ കുറച്ചുകൂടി മോഡേണായി ഏലിയൻ എന്ന് പറയുന്നുവെന്ന്. ഇപ്പോൾ നായികയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ച് പറയുന്നുണ്ട്, മരിച്ചയാൾ ഒരു വിദേശിയാണ്, അതുകൊണ്ട് ഉന്നത തലത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്, എത്രയും പെട്ടെന്ന് ഈ കേസ് പരിഹരിക്കാൻ നോക്കുക. അപ്പോൾ നായിക പറയുന്നു, മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് സാർ, എത്രയും പെട്ടെന്ന് ഞാൻ റിപ്പോർട്ടുകൾ എടുത്ത് ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്തും, വേഗമാകട്ടെ എന്ന് ഉന്നത ഉദ്യോഗസ്ഥനും പറയുന്നു. ഇപ്പോൾ മീഡിയയിൽ നമ്മുടെ നായികയോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നു. നാട്ടിൽ ഇതുവരെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആ 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഏതോ ഒരു വിചിത്ര രൂപമുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് നായിക തിരിച്ചു ചോദിക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു CCTV ക്യാമറ പോലും ഇല്ലേ, ഒരു CCTV ക്യാമറയിൽ പോലും കൊലയാളി പതിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ നായിക പറയുന്നുണ്ട്, ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്, എത്ര സ്റ്റാർസ് ഉണ്ടോ അത്രയും സ്വകാര്യതയും ഉണ്ടാവും, അതുകൊണ്ട് CCTV ക്യാമറ ഇല്ല എന്ന് പറയുന്നു. കുറച്ച് ക്ഷമയോടെ ഇരിക്കെ, എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇതിന് പിന്നിലുള്ള രഹസ്യം കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് നായിക അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ വിക്രമിന്റെ അനാറ്റമി റിപ്പോർട്ടിൽ മരിച്ചയാളുടെ ശരീരത്തിൽ വിഷം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷം ശരീരത്തിൽ കയറിയാണ് അയാൾ മരിച്ചതെന്ന് മനസ്സിലാവുന്നു. മറുവശത്ത് നമ്മുടെ നായിക ആദ്യ കേസിലും 2ാമത്തെ കേസിലും മൊഴി നൽകിയവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രേതം, ഭൂതം, ജിന്ന്, രക്തരക്ഷസ്, ഏലിയൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് സൈക്കാട്രിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ആ സ്ഥലത്ത് ഒരു മിഥ്യാബോധം ഉണ്ടാക്കുന്ന വാതകം പുറത്തുവിട്ടാൽ അത് ശ്വസിക്കുന്നവർ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടെന്ന് വിചാരിക്കുമല്ലോ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ തലച്ചോറ് ആശയക്കുഴപ്പത്തിലായി ഇങ്ങനെ പറയുന്നതാകുമോ എന്ന് ആലോചിച്ച് ഉടൻ തന്നെ വിക്രമിനെ ഫോണിൽ വിളിച്ച് അനാറ്റമി റിപ്പോർട്ടിൽ എന്താണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ വിഷമുണ്ടെന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായിക ആലോചിക്കാൻ തുടങ്ങുന്നു. ഇതൊരു ആസൂത്രിത കൊലപാതകമാണോ, അതോ കൊലയാളി ഒരു സൈക്കോ ആണോ, ക്രമരഹിതമായി കൊലപാതകങ്ങൾ നടക്കുകയാണോ എന്ന ചോദ്യമായിരുന്നു. ഉടൻ തന്നെ കോൺസ്റ്റബിളിനെ വിളിച്ച് ആദ്യം മരിച്ച കാശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അയാളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല മാഡം, കാരണം അയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് എന്ന് പറയുന്നു. ശരി, 2ാമത് മരിച്ച ഈ അലക്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ച് എംബസിയിൽ പോയി അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. റിപ്പോർട്ടർ സുരേഷില്ലേ, അയാളുടെ ക്യാമറ പോലീസുകാർ പിടിച്ചെടുത്തുവെങ്കിലും മെമ്മറി കാർഡ് അയാൾ വിദഗ്ധമായി തട്ടിയെടുത്തു.
ആ മെമ്മറി കാർഡ് എടുത്ത് അയാളുടെ ഓഫീസിൽ പരിശോധിക്കുമ്പോൾ അയാൾക്ക് എന്തോ ഒരു വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ നായികയുടെ ഉന്നത ഉദ്യോഗസ്ഥനെ ഫോൺ വിളിച്ച് അത്യാവശ്യമായി നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് നായികയുടെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണുന്നു. റിപ്പോർട്ടർ സുരേഷ് എന്താണ് കണ്ടെത്തിയത് എന്ന് നോക്കിയാൽ അലക്സിനെ കാണാനായി മിത്തുല എന്നൊരു പെൺകുട്ടി പോയിട്ടുണ്ടെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ കണ്ടെത്തിയിരിക്കുന്നു. ആരാണ് ഈ മിത്തുല എന്നിപ്പോൾ നമുക്കറിയില്ല. ആ സ്ഥലത്തേക്ക് വിക്രം വരുന്നു. വിക്രമിനോട് നായികയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തിപരമായ കാരണങ്ങളാൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ചേരാതെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ പോയി. ഇപ്പോൾ ഞാൻ ഉത്തരവിടുന്നു, ഉടൻ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ചേരുക. ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ആരാണ് ഈ മിത്തുല എന്ന് വിക്രം അന്വേഷിക്കുമ്പോൾ ഒരു വലിയ ട്വിസ്റ്റ്. ആ മിത്തുല മറ്റാരുമല്ല, നമ്മുടെ നായികയാണ്. നമ്മുടെ നായികയാണ് ഇതിന് പിന്നിലെന്ന വിവരം അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ വഴി ആ ഫാർമ കമ്പനി ഉടമയ്ക്ക് ലഭിക്കുന്നു. ആ ഫാർമ കമ്പനി ഉടമ നായികയെ തീർക്കാൻ വേണ്ടി ഗുണ്ടകളെ അയക്കുന്നു. എന്നാൽ നമ്മുടെ നായിക ആ ഗുണ്ടകളെല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്നു. ആ സ്ഥലത്തേക്ക് വിക്രം ടീമിനൊപ്പം വരുന്നു. നായികയെ വിക്രം ശക്തിയായി ഒരു അടി നൽകുന്നു. എന്തിനാണ് അടിച്ചത് എന്ന് നായിക ചോദിക്കുമ്പോൾ, എന്തൊരു നാടകമാണ്, പുക ഉപയോഗിച്ചിരിക്കുന്നു, മാസ്ക് ധരിക്കുന്നു, ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് 2 കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു, ഒരു പോലീസ് ആയിരുന്നിട്ടും കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉടൻ നമ്മുടെ നായികയെ അറസ്റ്റ് ചെയ്യുന്നു. നായികയാണ് കൊലയാളി എന്ന് എങ്ങനെ കണ്ടെത്തി എന്നതിനുള്ള കാരണം നമ്മളെ കാണിക്കുന്നു. റിപ്പോർട്ടർ സുരേഷ് ഇല്ലേ, തുടക്കം മുതൽ നമ്മുടെ നായികയെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി എടുക്കണമെന്ന് പറഞ്ഞ് അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നായിക അതിന് അനുവാദം നൽകിയില്ല. എന്നിട്ടും ഇവരെ പിന്തുടർന്ന് ഇവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് നായിക അറിയാതെ രഹസ്യമായി ഇയാൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്തുടരുമ്പോഴാണ് ആ വിദേശി മരിക്കുന്നതിന് കുറച്ചു മുമ്പ് ഇവർ ആ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് പോയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ആദ്യം അത് നായികയാണെന്ന് ഈ റിപ്പോർട്ടർക്ക് അറിയില്ലായിരുന്നു. അലക്സ് കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ലഭിച്ച വിരലടയാളം ഇയാൾ ആരും അറിയാതെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി ഒത്തുനോക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒത്തുനോക്കിയപ്പോൾ അത് നായികയുമായി യോജിച്ചു. അത് വെച്ചിട്ടാണ് നായികയാണ് അലക്സിനെ കൊന്നതെന്ന് ഈ റിപ്പോർട്ടർ ഉന്നത ഉദ്യോഗസ്ഥനോട് പറയുകയും ഉന്നത ഉദ്യോഗസ്ഥൻ നമ്മുടെ വിക്രമിനോട് പറയുകയും വിക്രം വഴി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ വിക്രം നമ്മുടെ നായികയെ ഇരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. എന്താ ദാക്ഷ ഇത്, നീ തന്നെ കൊലപാതകം നടത്തുകയും നീ തന്നെ അതേ കൊലപാതകം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഈ വിഷം, ഈ മാസ്ക്, ഇതൊക്കെ എന്തിനാണ്? ഈ കൊലപാതകങ്ങളെല്ലാം എന്തിനാണ് നീ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായിക ഒന്നും മിണ്ടാതെ നിശബ്ദയായിരിക്കുന്നു. മനസ്സിലായി ദാക്ഷ, നിന്റെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഞാനൊരു പോലീസായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് ചോദിക്കുന്നത്. എന്നോട് പറ എന്ന് പറയുമ്പോൾ ആരാണ് ദാക്ഷ എന്ന് നായിക തിരിച്ചു ചോദിക്കുന്നു. എന്താ ഇത് എന്ന് നായിക നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല, അവരെ വെറുതെ വിടില്ല എന്ന് നമ്മുടെ നായിക അലറി വിളിക്കാൻ തുടങ്ങുന്നു. നായികയ്ക്ക് എന്തോ ഒരു ദുരന്തം സംഭവിച്ചതുപോലെ നമ്മളെ കാണിക്കുന്നു. പെട്ടെന്ന് ബോധരഹിതയായി വീഴുന്നു. ഉടനെ തന്നെ നമ്മുടെ നായികയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. മറുവശത്ത് നായിക താമസിച്ചിരുന്ന സ്ഥലമെല്ലാം അവർ നന്നായി പരിശോധിക്കാൻ തുടങ്ങുന്നു, എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്നോർത്തിട്ട്. ഇപ്പോൾ നമ്മുടെ നായികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വന്ന ഉന്നത ഉദ്യോഗസ്ഥന് വിക്രം വന്ന് ഈ തെളിവുകളെല്ലാം ലഭിച്ചു, കൂടാതെ ഈ ഡയറിയും ലഭിച്ചു എന്ന് നോക്കുമ്പോൾ ആ ഡയറിയിലെ വിവരങ്ങൾ പരിശോധിക്കുകയാണ്. നമ്മുടെ നായികയുടെ പേര് മിത്തുല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈക്കാട്രിസ്റ്റിനെ വരുത്തി ഹിപ്നോട്ടൈസ് ചെയ്ത് നായികയുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ സൈക്കാട്രിസ്റ്റും ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ നായിക അവരുടെ കഥ പറയാൻ തുടങ്ങുന്നു. നായിക ഇപ്പോൾ ദാക്ഷയായി ജീവിക്കുകയാണല്ലോ. നായികയുടെ യഥാർത്ഥ പേര് മിത്തുല എന്നാണ്. നായികയുടെ അച്ഛൻ അയാൾ ഈ ആയുർവേദ മരുന്നുകളെല്ലാം പിന്തുടരുന്ന ആളാണ്. അയാൾ മാത്രമല്ല, പരമ്പരാഗതമായി അയാളുടെ കുടുംബം ആയുർവേദം പിന്തുടരുന്നവരാണ്. എന്നാൽ ഈ തലമുറയിലെ പെൺകുട്ടിയായ നമ്മുടെ നായികയ്ക്ക് മാത്രം ആയുർവേദത്തിൽ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് MBBS പഠിക്കാമെന്ന് വിചാരിച്ച് ഇവർ MBBS പഠിച്ച് ആധുനിക വൈദ്യം പിന്തുടരുന്നു. നായിക വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപാട് ആയുർവേദ സംബന്ധമായ ചെടികളൊക്കെ ഇവർ വളർത്തിയിരുന്നു എന്ന്. പ്രകൃതി നൽകിയ ഒരു വലിയ സമ്മാനമാണ് ഈ ആയുർവേദ മരുന്ന് എന്ന്. തുടക്കത്തിൽ നമ്മുടെ നായിക താല്പര്യമെടുത്ത് ഇത് ചെയ്തില്ല. അവരുടെ അച്ഛന് വേണ്ടി എല്ലാം എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവരുടെ അച്ഛൻ എഴുതി വെച്ച രഹസ്യങ്ങളെക്കുറിച്ച് നായികയ്ക്ക് മനസ്സിലാവുന്നത്. ആധുനിക വൈദ്യം വഴി സുഖപ്പെടുത്താൻ കഴിയാത്ത പല കാര്യങ്ങളും ആയുർവേദ മരുന്ന് വഴി സുഖപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞ് ചില രഹസ്യ ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അത് എങ്ങനെ മരുന്നാക്കി മാറ്റാമെന്നും അവരുടെ അച്ഛൻ എഴുതി വെച്ചിരുന്നു. അത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ നായിക ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അതിനുശേഷം നായിക അവരുടെ അച്ഛന്റെ ഓഫീസിൽ പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെയുള്ള സാധനങ്ങളും ഓഫീസും എല്ലാം തകർക്കപ്പെട്ട നിലയിലായിരുന്നു എന്ന്. അപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നായികയുടെ അച്ഛൻ അയാൾ ഈ ആയുർവേദ മരുന്നുകളിൽ കുറച്ച് ഫലപ്രദമായ മരുന്നുകളൊക്കെ സൗജന്യമായി നൽകി ജനങ്ങൾക്ക് ഒരു സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഇത് കാരണം നായികയുടെ അച്ഛൻ കൊല്ലപ്പെട്ടതാകുമോ എന്ന് നായികയ്ക്ക് സംശയമുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ചു പോയത് നമുക്ക് തുടരാമെന്ന് വിചാരിച്ച് നമ്മുടെ നായിക എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ അച്ഛന്റെ ഓഫീസ് പൂർണ്ണമായി ശരിയാക്കുന്നു. അവിടെ ഒരു കുട്ടിക്ക് അസുഖം വന്നു എന്ന് പറഞ്ഞ് ഒരു അമ്മ വരുന്നുണ്ട്. അതുവഴി വന്ന ഒരാൾ ഇവിടെ അടുത്ത് മരുന്നില്ല, ഈ മരുന്നുകളൊന്നും ഫലിക്കില്ല എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കും.
അപ്പോൾ നമ്മുടെ നായിക നിങ്ങളുടെ കുട്ടിയെയും കൂട്ടി അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് നായിക ചികിത്സിക്കും. അതും ഈ ആയുർവേദ മരുന്ന് വഴി ചികിത്സിക്കും. ആ കുട്ടിക്ക് സുഖം പ്രാപിക്കും. അതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാവരും നമ്മുടെ നായികയുടെ അടുത്ത് വന്ന് ചികിത്സ എടുക്കും. ഇപ്പോൾ നമ്മുടെ നായിക ആ മരുന്ന് നന്നായി പരീക്ഷിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പോൾ ഇത് വലിയ തലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാത്രമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുറം ലോകത്തെയും അറിയിക്കണമെന്ന് വിചാരിച്ച് ഒരു വലിയ വേദിയിൽ ഫാർമ കമ്പനി ഉടമകളെല്ലാം ഇരിക്കുമ്പോൾ നായിക ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു. എൻ്റെ അച്ഛൻ തന്നിട്ട് പോയ രഹസ്യമായ കാര്യമാണിത്. അപ്പോൾ ഈ ആയുർവേദ മരുന്ന് വഴി ക്യാൻസറിനെയും സുഖപ്പെടുത്താൻ കഴിയും, അതും തൽക്ഷണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫാർമ കമ്പനി ഉടമ സ്റ്റേജിലേക്ക് പോകുന്നു. ഈ കുട്ടിയുടെ ശ്രമത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ കുട്ടി ഈ മരുന്ന് പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും ഞാൻ നൽകാം. അതായത് ഈ മരുന്ന് ഉണ്ടാക്കുന്നത് മുതൽ എല്ലാം ഫാക്ടറി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ആ ഫാർമ കമ്പനി ഉടമ ചെയ്തു കൊടുക്കുന്നു. ഒടുവിൽ ആ ആയുർവേദ മരുന്നിന്റെ പ്രൊഡക്റ്റ് ലോഞ്ച് എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവിടെയാണ് ഈ ഫാർമ കമ്പനി ഉടമകൾ ഒരു ട്വിസ്റ്റ് വെക്കുന്നത്. അവരുടെ ഫാക്ടറിയിൽ നിന്നാണല്ലോ ഈ മരുന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ മരുന്നിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന ചില രാസവസ്തുക്കൾ ചേർക്കുന്നു. ഈ മരുന്ന് കഴിക്കുന്നവർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന നാട്ടുകാർ നമ്മുടെ നായികയെ കിട്ടിയാൽ കൊന്നുകളയും എന്ന രീതിയിൽ വലിയ ദേഷ്യത്തോടെ വന്ന് ആ ഓഫീസെല്ലാം തകർത്തു. അതിനുശേഷം ഈ ഫാർമ കമ്പനി ഉടമ വന്ന് നായിക തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പിളും നായിക അവരുടെ അച്ഛൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഒരു ഹാർഡ് ഡിസ്കിൽ ഇട്ട് വെച്ചിരുന്നു. ആ ഹാർഡ് ഡിസ്കും എടുത്തുകൊണ്ട് പോകുന്നു. ഇനി ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് നായികയെ തല്ലാൻ തുടങ്ങുന്നു. നായിക അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നായികയ്ക്ക് ശരിയായി വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. നായികയുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്ന രഹസ്യ മരുന്നിന്റെ പ്രയോജനം എന്താണെന്ന് നോക്കിയാൽ, ഒരിക്കൽ ആ മരുന്ന് മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ നമ്മുടെ ശരീരത്തിലേക്ക് വിഷം വന്നാൽ പോലും ആ വിഷത്തെ ആ മരുന്ന് നിർവീര്യമാക്കുമോ? പല രോഗങ്ങൾക്കും പ്രതിരോധ ശക്തിയായി ആ മരുന്ന് ഉണ്ടാകുമോ? അപ്പോൾ അതിന്റെ ആ ഫോർമുല അറിയണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഫാർമ കമ്പനി ഉടമ ശ്രമിക്കുന്നത്. പോകുന്ന വഴിയിൽ തന്നെ നമ്മുടെ നായികയ്ക്ക് ആക്സിഡന്റ് ആയി റോഡിൽ വീഴുന്നു. ഇപ്പോൾ ആ ഹാർഡ് ഡിസ്ക് ആ ഫാർമ കമ്പനി ഉടമ കൈവശപ്പെടുത്തുന്നു. ആ വിദേശിയോട് ഈ ഹാർഡ് ഡിസ്ക് തുറക്കണം, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ പാസ്വേഡ് തെറ്റായി നൽകിയാലോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് ഈ ഹാർഡ് ഡിസ്ക് തുറക്കാൻ ശ്രമിച്ചാലോ ഈ ഹാർഡ് ഡിസ്ക് സ്വയം കറപ്റ്റ് ആവുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം നായികയുടെ കഥ അവസാനിപ്പിച്ച് ഈ ഫാർമ കമ്പനി ഉടമയ്ക്ക് അടിസ്ഥാനപരമായി അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ആളുകളെ വിളിച്ച് പരീക്ഷണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈ കഥയെല്ലാം മനസ്സിലാക്കിയ ഫാർമ കമ്പനി ഉടമയോട് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഫോണിൽ വിളിച്ച്, നിങ്ങൾ മരുന്നുകളാണ് നിർമ്മിക്കേണ്ടത്, കുറ്റകൃത്യങ്ങളല്ല, ഇതൊരു ഉപദേശമായി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. വിക്രം എന്താണ് ചിന്തിക്കുന്നതെന്നാൽ, ആരോ ഇവളോട് പറഞ്ഞ കഥയാണ് ഇവൾ നമ്മളോട് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമ്മളോട് കഥ പറഞ്ഞത് ദാക്ഷയല്ല, അവളുടെ ശരീരത്തിലുള്ള മിത്തുല എന്ന പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഈ കേസ് കോടതിയിൽ വരുന്നു. അപ്പോൾ കോടതിയിൽ നമ്മുടെ നായികയ്ക്ക് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരാൾക്ക് സംഭവിച്ച അനീതി തനിക്ക് സംഭവിച്ചതായി വിചാരിച്ച് ഇവർ ഈ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആ കുറ്റം ഇവർ സമ്മതിച്ചുകൊണ്ടും ഇവർക്ക് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടും ഈ രോഗം പൂർണ്ണമായി ഭേദമാകുന്നതുവരെ ഇവർ അസൈലത്തിൽ കഴിയട്ടെ, അവിടെ നിന്ന് ചികിത്സ എടുക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി നമ്മുടെ നായികയ്ക്ക് ശിക്ഷ നൽകാതെ അസൈലത്തിൽ പ്രവേശിപ്പിക്കുന്നു. പോലീസ് സുരക്ഷയോടെ നമ്മുടെ നായികയെ അസൈലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ നായിക ആ പോലീസുകാരെ എല്ലാം തല്ലിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ സ്ഥലത്തേക്ക് വന്ന വിക്രമിന്റെ ടീം വീണ്ടും നമ്മുടെ നായികയെ നിയന്ത്രണത്തിലാക്കി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇപ്പോൾ നമ്മുടെ നായികയെ മെന്റൽ അസൈലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ആ ഫാർമ കമ്പനി ഉടമയെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്, കുറച്ചു കാലമായി നമ്മൾ ഹാർഡ് ഡിസ്ക് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നല്ല വാർത്ത എന്തെന്നാൽ ആ ഹാർഡ് ഡിസ്ക് നമ്മൾ തുറന്നു. ഇനി ഈ ദാക്ഷയെ നമുക്ക് ആവശ്യമില്ല, ഇവളുടെ കഥ നമുക്ക് നോക്കാം എന്നവർ തീരുമാനിക്കുന്നു. ഇപ്പോൾ ആ മെന്റൽ അസൈലത്തിലേക്ക് ഡോക്ടറായി ഈ ഫാർമ കമ്പനി ഉടമയുടെ അസിസ്റ്റന്റ് വരുന്നു. നായികയെ അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ നായിക ആ ഡോക്ടറുമായി വഴക്കിട്ട് അവിടെയുള്ള കത്രിക എടുത്ത് ഒരു കുത്തുകുത്തുന്നു. അത്രയേ ഉള്ളൂ ആ ഡോക്ടറുടെ കഥ. ഉടനെ തന്നെ നമ്മുടെ നായിക വിക്രമിനെ ഫോണിൽ വിളിച്ച് ഉടൻ ഈ അസൈലത്തിലേക്ക് വാ എന്ന് പറയുന്നു. ഉടനെ വിക്രം അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. പുറപ്പെടുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ടറെ ഫോണിൽ വിളിച്ച്, നീ തുടക്കം മുതൽ ഈ ദാക്ഷയെ പിന്തുടരുകയായിരുന്നല്ലോ, മിത്തുല എന്നൊരു പെൺകുട്ടിയുടെ കഥയെക്കുറിച്ച് അവൾ പറഞ്ഞു. അവൾക്കും ഈ ദാക്ഷയ്ക്കും എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ, മിത്തുല എന്ന പെൺകുട്ടി യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ കുടുംബം മരിച്ചുപോയി. എന്നാൽ ഈ മിത്തുല എന്ന പെൺകുട്ടി നിഗൂഢമായ രീതിയിൽ കാണാതായി. അവസാനമായി ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്ന് മനസ്സിലായില്ല എന്ന്. വിക്രം വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാർമ കമ്പനി ഉടമ ഒരു പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ പാർട്ടിയിൽ എല്ലാവരും പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നായികയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുന്നു. പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ പുക വരാൻ തുടങ്ങുന്നു. ആ പുക കണ്ടതും എല്ലാവരും ഭയന്ന് ഓടാൻ തുടങ്ങുന്നു. എന്തായാലും കൊലയാളി തന്നെ തേടി വരുമെന്ന് മനസ്സിലാക്കി ഈ ഫാർമ കമ്പനി ഉടമ മാസ്ക് എടുത്ത് വെച്ചിരുന്നു. ആ മാസ്ക് ധരിച്ചതും അയാൾ സുരക്ഷിതനാവുന്നു. മാസ്ക് ധരിച്ച് ആ പുകയിൽ നിന്ന് വന്ന നമ്മുടെ നായിക ഈ ഫാർമ കമ്പനി ഉടമയുമായി വഴക്കിടാൻ തുടങ്ങുന്നു. നമ്മുടെ നായികയെ ഈ ഫാർമ കമ്പനി ഉടമ ശക്തിയായി ആക്രമിക്കുന്നു. കൃത്യമായി ആ സ്ഥലത്തേക്ക് മറ്റൊരു വ്യക്തി വരുന്നു. ആ വ്യക്തി മറ്റാരുമല്ല,
ഈ സൈക്കാട്രിസ്റ്റ് ആണ്. ഈ സൈക്കാട്രിസ്റ്റ് ഒരു വയറ് കെട്ടി ഈ ഫാർമ കമ്പനിയുടെ ശക്തിയായി ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ അടുത്തു വന്ന നമ്മുടെ നായിക പറയുന്നുണ്ട്, നീ എന്നെ കത്തിച്ചാലും വീണ്ടും വരാവുന്ന ഫീനിക്സ് പക്ഷിയല്ല ഞാൻ തന്നെയാണ് മിത്തുല, ഞാൻ തന്നെയാണ് ദാക്ഷ എന്ന് പറഞ്ഞിട്ട് ആ ഫാർമ കമ്പനി ഉടമയെ കൊല്ലുന്നു. അടിസ്ഥാനപരമായി നമ്മുടെ നായികയാണ് മിത്തുല. ഫ്ലാഷ് ബാക്കിൽ നായികയെ വീടിനകത്തിട്ട് തീ വെച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നായിക എങ്ങനെയോ രക്ഷപ്പെട്ടു. അപ്പോൾ നായികയുടെ മുഖം മുഴുവൻ പൊള്ളലേറ്റതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്ത് നായികയുടെ മുഖം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നായിക ദാക്ഷ എന്നൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് മിത്തുല എന്ന പെൺകുട്ടി ഇന്നും കാണാതായവരിൽ ഉള്ളത്. കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥൻ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചെയ്തതിന് നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിടുന്നു. ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നു. ഉടൻ ഈ സൈക്കാട്രിസ്റ്റും നമ്മുടെ നായികയും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ വിക്രം മീഡിയക്കാരെ എല്ലാം വിളിച്ച് സംസാരിക്കുന്നു. അടിസ്ഥാനപരമായി ഈ മെന്റൽ അസൈലത്തിന്റെ ഉടമയാണ് ആ ഫാർമ കമ്പനി ഉടമ. ഈ മെന്റൽ അസൈലത്തിലുള്ള ആളുകളെ വെച്ച് ഒരു ഹ്യൂമൻ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു മരുന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദുരിതം അനുഭവിച്ച ആരോ ഒരാളാണ് ഈ ഫാർമ കമ്പനി ഉടമയെ കൊലപ്പെടുത്തിയത്. എന്നാൽ ആരാണ് കൊലപ്പെടുത്തിയതെന്ന് അറിയില്ല. ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്ന് വിക്രം മീഡിയക്കാരോടൊക്കെ പറയുന്നു. റിപ്പോർട്ടർ സുരേഷ് ഈ കേസിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തതുകൊണ്ട് നായകന്റെ അന്വേഷണത്തിൽ പല വിവരങ്ങളും സുരേഷിന് പങ്കുവെക്കാമെന്ന് പറഞ്ഞ് സുരേഷിനെ കാണാൻ വരുന്നു. നാട്ടിൽ എത്രയോ പോലീസുകാരുണ്ടായിട്ടും നീ എന്തിനാണ് ദാക്ഷയുടെ പ്രൊഫൈൽ മാത്രം അറിയണമെന്ന് പറഞ്ഞ് ചുറ്റിപ്പറ്റി നടന്നത് എന്ന് ചോദിക്കുമ്പോൾ റിപ്പോർട്ടർ സുരേഷ് ഒരു കഥ പറയുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മിത്തുല എന്നൊരു പെൺകുട്ടിക്കും ദാക്ഷ എന്ന പെൺകുട്ടിക്കും എന്താണ് ബന്ധമെന്ന് ചോദിച്ചിരുന്നല്ലോ. മിത്തുല എന്ന പെൺകുട്ടിക്കും എനിക്കും ബന്ധമുണ്ട് എന്ന് പറയുന്നു. എന്താ പറയുന്നത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ, എനിക്കൊരു അനിയൻ ഉണ്ടായിരുന്നു. ആ അനിയന് ചികിത്സ നൽകിയത് മിത്തുലയായിരുന്നു. ആ ചികിത്സയിൽ എൻ്റെ അനിയൻ മരിച്ചുപോയി. അതുകൊണ്ട് മിത്തുലയോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ച് ഈ റിപ്പോർട്ടർ മിത്തുലയെ പിന്തുടരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ പിന്തുടരാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ അനിയൻ മരിച്ചതിനും മിത്തുലയ്ക്കും യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാവുന്നത്. അതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വിക്രം ഈ കഥ കേട്ടിട്ട്, എന്താടാ മിത്തുലയ്ക്കും ദാക്ഷയ്ക്കും എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ നീ ബന്ധമില്ലാത്ത വേറെ കഥയാണല്ലോ പറയുന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പോലീസ് ബുദ്ധി വെച്ച് കുറച്ചൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കെല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ടർ പറയുന്നു. മിത്തുലയെ ഈ ഫാർമ കമ്പനി ഉടമ കൊല്ലണമെന്ന് പറഞ്ഞ് തീ വെച്ച് കത്തിച്ചു. എന്നാൽ ആ തീപിടുത്തത്തിൽ നിന്ന് നമ്മുടെ മിത്തുല രക്ഷപ്പെട്ടു. അതിനുശേഷം ഇവളുടെ മുഖം മാറ്റപ്പെട്ട് ദാക്ഷ എന്നൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ തുടങ്ങി. ദാക്ഷ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് ഇവരോടൊക്കെ പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വിചാരിച്ചതുപോലെ പ്രതികാരം ചെയ്തു. നമ്മുടെ നായികയെ ആ സൈക്കാട്രിസ്റ്റ് സഹായിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ നായികയുടെ അടുത്ത് നിന്ന് വിക്രമിന് കോൾ വരുന്നുണ്ട്. നായകൻ പറയുന്നു, നീ നല്ലവളാണോ അതോ ക്രിമിനൽ ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മിത്തുല എന്ന് പറയുമ്പോൾ നായിക പറയുന്നുണ്ട്, എന്നെ മിത്തുല എന്ന് വിളിക്കണ്ട, ദാക്ഷ എന്ന് വിളിക്കേ. ഞാൻ ദാക്ഷയായി മാറിയതിനു ശേഷം എനിക്ക് ലഭിച്ച ഒരേ ഒരു സുഹൃത്ത് നീ മാത്രമാണ് എന്ന് നായിക പറയുന്നു. വിക്രം ചോദിച്ചു, നിന്റെ അടുത്ത ലക്ഷ്യം ആരാണ് എന്ന്. നായിക പറയുന്നു, നേരത്തെ തന്നെ എൻ്റെ അടുത്ത ലക്ഷ്യം ഞാൻ നേടി. എനിക്കൊരു ചെറിയ സഹായം ചെയ്യാമോ? എൻ്റെ അച്ഛൻ ആരാണെന്ന് ഈ ലോകം അറിയണം. അദ്ദേഹം ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു ഗൂഢാലോചനയിൽ കൊല്ലപ്പെട്ടയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ജനങ്ങൾ അറിയണം എന്ന് പറയുന്നു. കൂടാതെ പതിയെ പതിയെ ആയുർവേദ മരുന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വീണ്ടും പുതുജീവൻ നൽകണം എന്ന് നായിക പറയുന്നു. ശരി ദാക്ഷ, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ, അതും ഒരു പോലീസ് ഓഫീസറായി എന്ന് നമ്മുടെ വിക്രം പറയുന്നു. നായിക ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.